അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും ഒരു ആക്രമണത്തിനുള്ള പദ്ധതി തയ്യാറാകുന്നു. എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസിൽ ഒരു അക്രമി കടന്നുകൂടുന്നു. പക്ഷേ കൃത്യസമയത്ത് ട്രംപിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന് നേരെ വെടിവെക്കുകയും ഇയാളെ കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നോർത്ത് കരോലൈന സ്വദേശിയായിട്ടുള്ള ഓസ്റ്റിൻ ടക്കർ മാർട്ടിൻ എന്ന് പറയുന്നത് 21 വയസ്സുള്ള യുവാവാണ് പിടിയിലായത്. ഇയാൾ വെറുതെ കയറി ട്രംപിനെ ആക്രമിക്കുന്നതായിരിക്കില്ലല്ലോ. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട് വിട്ട് പുറത്തു പോയ ഇയാൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി എന്നാണ് ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക ഇറാനെതിരെ ചില ആക്രമണത്തിന് പദ്ധതിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്താൻ സാധിക്കില്ലേ? അത്തരത്തിലൊക്കെ സംശയിക്കേണ്ടി വരും. കാരണം ഈ ലോകത്തെവിടെയും പൊട്ടിത്തെറിപ്പിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണല്ലോ ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അത് പറഞ്ഞിട്ടും ഉണ്ടല്ലോ. ഈ യുദ്ധം അല്ലെങ്കിൽ കോപ്പ് കൂട്ടുന്ന സമയത്ത് നമ്മളെല്ലാം അത്തരത്തിലുള്ള വാർത്ത എടുത്തതാണ്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരെ 2 വധശ്രമങ്ങൾ നടക്കുകയും ഒന്നിന് ചെവി കീറി തുളർച്ച് വെടിയുണ്ട പോയി. അതായത് ചെവിയിൽ കൂടി വെടിയുണ്ട പോയി. അപ്പം ആ വെടിയുണ്ട ഏതാണ്ട് മില്ലിമീറ്റർ വ്യത്യാസത്തിനാണ് ശിരസിൽ കൊള്ളാതെ അല്ലെങ്കിൽ വെടിയേൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. ആ 2 അതും ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുള്ള ആളും അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നുള്ള ആളും ഒരേപോലെ VIP ആണല്ലോ. അപ്പം അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ലോകത്ത് ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനം ഉള്ളിടത്താണ് ഈ 2 വെട്ടവും അദ്ദേഹത്തെ വധിക്കുവാൻ ശ്രമിച്ചത്. അത് പിന്നെ ഇലക്ഷന് ശേഷം ഒരുപക്ഷെ അമേരിക്കയുടെ സുരക്ഷിതത്വവും ആഭ്യന്തര വിഷയമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ആളിനെ വെളിയിൽ വിട്ടുന്നില്ലെന്നോ അതിൻ്റെ കൊട്ടേഷൻ കൊടുത്തു അത് ഏറ്റെടുത്തതും ഇറാനാണെന്നുള്ള രീതിയിലുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ കൂടി വന്നതാണ്. അപ്പം ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനുമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കുകയും ഇറാനെ അടിക്കുകയും അതിന് കപ്പൽപ്പടയെ കൂട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉള്ളിടത്ത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ചെവി തുളച്ച് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് കാഞ്ചി വലിച്ചാൽ ഉന്നം തെറ്റത്തില്ല ട്രംപേ എന്ന് പറഞ്ഞാൽ ട്രംപെ നിന്നെ കൊന്നുകളയും ഞങ്ങളെ തൊട്ടാൽ എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു വർത്തമാനമാണ് വന്നത്. അപ്പം വേറൊരു കാര്യം കൂടി ഇപ്പം ഏറ്റവും അവസാനം ഇന്നലെയും പറഞ്ഞാന്നുമായിട്ട് ദേശീയ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ പദ്ധതി, അതായത് യുദ്ധം നീണ്ടുപോകത്തില്ല എന്ന് ട്രംപ് പറയുന്നു. യുദ്ധം ഹ്രസ്വകാലാടിസ്ഥാനത്തിലാണെന്ന് ട്രംപ് പറയുന്നു. ആ വഴങ്ങിക്കൊടുക്കാത്ത ഇറാനെ മര്യാദ പഠിപ്പിച്ചേ മതിയാകൂ എന്ന് ട്രംപ് പറയുന്നു. ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ യുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും കോപ്പുകൂട്ടി ഇപ്പം യുദ്ധം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എല്ലാ കപ്പൽപ്പടയും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും വരുമ്പം ഇറാൻ അതേ രീതിയിൽ അടിക്ക് അല്ലെങ്കിൽ നമുക്ക് നോക്കാം, അടിച്ചാൽ നിന്നെ തീർത്തിരിക്കും. ഇന്നലെയൊക്കെ വരുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ എബ്രഹാം ലിങ്കനും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ 2 എബ്രഹാം ലിങ്കനെക്കാട്ടി വലിയൊരു കപ്പലും കൂടെ അല്ലെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ട്. ഈ കപ്പലുകളെല്ലാം എല്ലാ സംവിധാനങ്ങളും ഓഫ് ചെയ്ത് അത് നമ്മൾ അദൃശ്യമായിട്ട് നീക്കൊണ്ടിരിക്കും. ഈ കപ്പലിൻ്റെ ഫോട്ടോ പോയി എടുത്തിട്ട് അവരുടെ വാർത്ത ഇട്ടേക്കാണ് ഈ കപ്പൽ വരുന്നതും. അതായത് ഇവരുടെ ചാവേർ ഡ്രോണുകൾ പറഞ്ഞ ഡ്രോണുണ്ടല്ലോ, ആ ഡ്രോൺ ഉപയോഗിച്ച് അപ്പം അമേരിക്ക എത്ര വേറാകുമ്പോഴും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും പ്രതിരോധ സംവിധാനം കോപ്പുകളും കപ്പലുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകളും ഒക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിനെ മറികടക്കാനും അതിൻ്റെ ലൂപ്പ് ഹോളിൽ കൂടി അവരെ ആക്രമിക്കാനും അവരുടെ രഹസ്യങ്ങൾ ചോർത്താനും കഴിയുന്ന രീതിയിലേക്കുള്ളൊരു സംവിധാനം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇറാൻ ഉണ്ട്. അല്ലെങ്കിൽ ഇറാന്റെ പിറകിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? ഇറാൻ ഇത്രയും ബലത്തിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ വരട്ടെ, ഒന്നുകിൽ നിവർത്തികേട് കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അമേരിക്ക വന്നാൽ ഞങ്ങൾക്ക് അടിക്കാൻ പറ്റും, അതിനുള്ള സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കുള്ള സംസാരം ഒരുപക്ഷെ റഷ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ? റഷ്യ പറയുന്നു അത് ആവശ്യമില്ലാത്ത കാര്യമാണ്, അതിനകത്ത് ഇടപെട്ടാൽ അതിനകത്ത് ഞങ്ങൾക്കും ചില അഭിപ്രായങ്ങൾ പറയേണ്ടി വരും, ചിലത് ചെയ്യേണ്ടി വരും. ചൈന പറയുന്നു, മനസ്സിലാക്കി, ചൈനയ്ക്ക് വെനിസ്വേലയുടെ 80% ഇറാനും കൂടെ ആകുമ്പോൾ അടുത്ത എണ്ണ മാറുന്ന രീതിയാണ്. അപ്പം പറഞ്ഞു വന്നത് കാര്യങ്ങൾ കുഴപ്പത്തിലാണ്. ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഹ്രസ്വകാലാടിസ്ഥാനത്തിലാണ് യുദ്ധം എന്ന് പറഞ്ഞല്ലോ. യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടുന്ന് വരുന്ന ഇദ്ദേഹം പ്ലാൻ ചെയ്തിരുന്ന കാര്യം വെളിയിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്ന രഹസ്യമായിട്ടുള്ള ഓപ്പറേഷൻ വെളിയിൽ വന്നിരിക്കുന്നു. അത് മാധ്യമങ്ങളിൽ കൂടി ലോകം അറിഞ്ഞിരിക്കുന്നു. അതായത് ഖമേനിയെയും അദ്ദേഹത്തിൻ്റെ മകനെയും വധിക്കുന്നതിന് വേണ്ടി ഉള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നു ട്രംപ്, അല്ലെങ്കിൽ ആ നീക്കത്തിന് വേണ്ടിയാണ് ട്രംപ് നിൽക്കുന്നത് എന്നുള്ള രീതി വരുമ്പോൾ ആ വാർത്ത വന്നതിന് 24 മണിക്കൂറിന് ശേഷം ട്രംപിൻ്റെ തലയ്ക്ക് വെടിവെക്കുന്നു.
ഇവിടുത്തെ ഒരു വേറെ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പോൾ അമേരിക്ക എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് ഉൾപ്പെടെ 2 വിമാനവാഹിനി കപ്പലുകളാണ് ഇവിടെ തയ്യാറായി നിൽക്കുന്നത്. മാത്രമല്ല ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ അവാക്സ് വിമാനങ്ങൾ അമേരിക്ക കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള അവാക്സ് വിമാനങ്ങളുടെ 40% അവിടെ എത്തി. എന്ത് തരത്തിലുള്ള നിരീക്ഷണം നടത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും? മാത്രമല്ല ഈ യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ അവരുടെ GPS സംവിധാനങ്ങൾ ഓഫ് ചെയ്തു. അപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ഇറാൻ്റെ തന്ത്രപരമായ ഡ്രോണുകൾ ഉപയോഗിച്ച് അവർ ആക്രമണം നടത്തുന്ന രീതിയിൽ നിരീക്ഷണം നടത്തി അതിൻ്റെ ചിത്രങ്ങൾ എടുത്തു. എന്നിട്ട് അവരുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വിട്ടു. കണ്ടോ, ഞങ്ങൾ വെറുതെ അല്ല ആക്രമണത്തിന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഇറാൻ ഏത് നിമിഷവും അമേരിക്കയ്ക്കെതിരെ ഒരു ആക്രമണം നടത്താം. അങ്ങനെ ആക്രമണം നടത്തണമെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ഇവർ എവിടെയോ ആണവായുധങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഈ ആണവായുധം നിവൃത്തിയില്ലെങ്കിൽ എടുത്തു വെച്ച് ഉപയോഗിക്കുക. അതാണ് അയത്തുള്ള അലി ഖമനേയി പറയുന്നത്. ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും അമേരിക്ക വരണ്ട, ഇങ്ങോട്ടേക്ക് ഏതുതരം നീക്കം നടത്തുന്നു ആ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ഒരു പക്ഷേ ആണവായുധം എടുത്തു വെച്ച് ഇറാൻ ഉപയോഗിച്ചേക്കാം. നിവർത്തിയില്ലെങ്കിൽ അതേ പറ്റുള്ളൂ. കാരണം ഇറാനെ ചുറ്റി വളഞ്ഞിരിക്കുക. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോകുന്നുണ്ട്. ഈ ഇസ്രായേലാണ് അമേരിക്കയുടെ തുറുപ്പിയിട്ട്. കാരണം അമേരിക്ക എപ്പോൾ ആക്രമണം നടത്തിയാലും ഇസ്രായേലിനെ മുമ്പിൽ നിർത്തിയിട്ടാണ് ആക്രമണം നടത്തുന്നത്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളാണ് അറ്റാക്ക് ചെയ്തത്. പക്ഷേ പറയുമ്പോൾ എന്താ, ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറയാം. പക്ഷേ ഇവിടെ ഇസ്രായേൽ തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിച്ച് പിന്നോട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് അമേരിക്ക അവാക്സ് വിമാനങ്ങളെയും യുദ്ധക്കപ്പലുകളെയും എല്ലാം തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. കാരണം 20% ഓയിലിന്റെ നിയന്ത്രണം മുഴുവൻ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അവിടെ ഇറാൻ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ വ്യാപാരത്തെ മൊത്തം അത് ബാധിക്കും. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞു, ഞങ്ങൾ നിയന്ത്രിതമായ രീതിയിലേ ആക്രമണം നടത്തുള്ളൂ. നിയന്ത്രിതമായ രീതിയിൽ നിർത്തുക, കുറച്ച് ആക്രമണം നടത്തും, കുറച്ചു നേരം നിർത്തി വെക്കും. അങ്ങനെ കുറച്ച് ആക്രമണം നടത്തിയാൽ ആ കുറച്ച് ആക്രമണം തിരിച്ച് ഇറാനും ചെയ്യും. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും എങ്ങനെയാണ് ഈ പറയുന്ന ഒരു അക്രമകാരി വൈറ്റ് ഹൗസിലേക്ക് എത്തിപ്പെടുന്നത്? അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വളരെ സുരക്ഷാ കേന്ദ്രമായ ഒരു സുരക്ഷാ സംവിധാനമുള്ള വൈറ്റ് ഹൗസിലേക്ക് ഒരു അക്രമകാരി കടന്നു വരുന്നു. ഈ അക്രമകാരി കടന്നു വന്നിട്ട് കയ്യിൽ തോക്കുമുണ്ട്, അതുപോലെ തന്നെ സ്ഫോടനം ഉണ്ടാക്കാൻ കഴിയുന്ന ചില വസ്തുക്കൾ കയ്യിലുണ്ട്. വളരെ തന്ത്രപരമായിട്ട് ഇയാളെ പിടികൂടി എന്നതിനപ്പുറത്തേക്ക് ഇയാൾ ആരാണ്, എവിടെ നിന്ന് വന്നു, ഇയാൾ ഈ നോർത്ത് കരോലൈന സ്വദേശിയാണെന്ന് മാത്രമേ പുറത്തു വിടുന്നുള്ളൂ. ഒരു പക്ഷേ ഇറാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചാവേറായിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് ഇറാനിനെ ലോകം മൊത്തം ഭയക്കുന്നതിന്റെ കാര്യം. അതാണ് സിനു, നമ്മൾ പലപ്പോഴും പറയുമ്പോഴും ഇറാൻ അവിടെ ഇരുന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയും പൊട്ടിത്തെറി ഉണ്ടാകാം. വൈറ്റ് ഹൗസിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജോലിക്കാരനായിരിക്കുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഞാൻ ഉദാഹരണം പറയാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ പോലും ഒരു പക്ഷേ അരയിൽ നിന്ന് തോക്കെടുത്ത് ട്രംപിനെ വെടിവെക്കാം. അത്രയ്ക്ക് പ്രോക്സികളെ പ്രോത്സാഹിപ്പിക്കുന്ന, ലോകം മൊത്തം അത്രയ്ക്ക് പ്രോക്സി സംവിധാനമുള്ള അല്ലെങ്കിൽ രഹസ്യമായിട്ട് സൈന്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതാണ് ഇറാനെ പേടി. ഇറാൻ പറഞ്ഞില്ലേ, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കീഴിൽ, ദൈവവിരുദ്ധമായിട്ടാണ് ഈ നെതന്യാഹു അല്ലെങ്കിൽ അമേരിക്ക പ്രവർത്തിക്കുന്ന, അതുകൊണ്ട് ഇനി ദൈവനിന്ദയ്ക്കുള്ള ഒരു ശിക്ഷ എന്ന് പറഞ്ഞപ്പോൾ ആ പറച്ചിന് ശേഷം എവിടെല്ലാം അന്ന് പൊട്ടിത്തെറിച്ച് പ്രകടനം നടന്നു. അപ്പോൾ അതാണ് ഇറാൻ. ഇപ്പോൾ ഇതിനകത്ത് ഖമേനിയെ വധിക്കാനും മകനെ വധിക്കാനും തീരുമാനിച്ചിരുന്നു, രഹസ്യമായിട്ട് തീരുമാനിച്ചിരുന്നു എന്നുള്ള വാർത്ത വരുന്നതിന് 24 മണിക്കൂറിനകം ട്രംപിൻ്റെ തലയ്ക്ക് വെടിവെക്കാൻ ആൾ കയറുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതേ രീതിയിൽ അവിടെ ട്രംപിനെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇനിയും ഞങ്ങളുടെ വെടിയുണ്ട, ഉന്നം തെറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ അമേരിക്കയിൽ വളരെ കൃത്യമായിട്ട് ഉണ്ട് എന്ന് ധരിക്കേണ്ടി വരും. ഇപ്പൊ 20 വയസ്സുകാരൻ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നു, വളരെ കാലമായിട്ട് ഇയാളെ കാണുന്നില്ല, ഇയാൾ കടന്നു കയറി തോക്കുമായിട്ട് കടന്നു കയറുമെന്ന് പറഞ്ഞാൽ ഈ ട്രംപിന്റെ വസതി ഉണ്ടല്ലോ, മാർ ലോഗോ അല്ലെങ്കിൽ ഫ്ലോറിഡയിലെ വസതി, ഈ വസതിയിലേക്ക് ഒരു കാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഗ്യാപ്പിൽ ഇവൻ കാർ കൊണ്ട് കയറുക. വളരെ വിദഗ്ധമായിട്ട് ഈ പറയുന്ന സീക്രട്ട് സർവീസ് സേന ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, ഇവനെ വെടിവെച്ച് കൊന്നില്ലായിരുന്നെങ്കിൽ ഇവൻ എന്ന് പറഞ്ഞാൽ ചാവേറാണല്ലോ. അവൻ്റെ ഒറ്റ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ട്രംപ് ആയിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ സുരക്ഷാ സംവിധാനം എത്ര വലിപ്പത്തിലുള്ളതാണ്. അപ്പം അത്രയ്ക്ക് വലിപ്പത്തിലുള്ള സുരക്ഷാ സംവിധാനം ഉള്ളിടത്ത് അമേരിക്കയിൽ നിമിഷ നേരത്തെ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരുപക്ഷെ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. ഇവൻ്റെ കയ്യിൽ ക്യാൻ ഉണ്ടായിരുന്നു, ഇന്ധനം വഹിക്കുന്ന ക്യാൻ, അല്ലെങ്കിൽ തോക്കുണ്ടായിരുന്നു. 20 വയസ്സുകാരനാണ്. ഇവൻ്റെ ഡീറ്റെയിൽസ് വെളിയിൽ വിടുന്നില്ല. ഇവൻ അമേരിക്കക്കാരനാണെന്ന് ഇപ്പം ഒരുപക്ഷെ ഒരു ടക്കർ മാർട്ടിൻ എന്ന് പറയുന്ന ആളാണെന്ന് പറയുന്നു. അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ടക്കർ മാർട്ടിൻ അമേരിക്കക്കാരനായാൽ എന്താണ്? ടക്കർ മാർട്ടിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നതും ഈ പറയുന്ന പ്രോക്സികളുടെ ഭാഗമായിട്ടാണോ
അല്ലെങ്കിൽ ഖമേനിയുടെ ഭാഗമായിട്ടാണോ? അത്തരത്തിലാണല്ലോ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒരു പക്ഷേ ഈ IS ഭീകരർ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ഇന്ത്യക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ആശയങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ മാനസികാവസ്ഥയുള്ളവരെ ഇന്ത്യയിൽ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. അപ്പം അതിന് അവർ പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ, അവർ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈ രീതിയിൽ വന്നിരിക്കുന്നു. അതായത് പറഞ്ഞതുപോലെ ഖമേനിയെ തട്ടാൻ ട്രംപ് തീരുമാനിക്കുമ്പോൾ അതിന് വളരെ നേരത്തെ തന്നെ ട്രംപിനെ തട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു ഇറാൻ. അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഉരുത്തിരിയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ട്രംപ് കളിച്ചാൽ, ട്രംപ് ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഇനി ട്രംപിനെ അങ്ങ് തട്ടിക്കളയുന്നതിന് വേണ്ടി ആലോചിക്കും. കാരണം ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അത്തരത്തിലൊരു പ്രസിഡന്റ് വേണ്ട. അതിന് മുമ്പിരുന്ന 4 കൊല്ലം ഇദ്ദേഹത്തിന്റെ ഉപദ്രവം എത്രത്തോളം വലിപ്പത്തിലുണ്ടായിരുന്നാണ്. അത്തരത്തിലുള്ള പ്രസിഡന്റ് വേണ്ടാന്ന് തീരുമാനിച്ചാണ് 2 പ്രാവശ്യം ഈ പറയുന്നത് പോലെ ഇലക്ഷൻ സമയത്ത് ഇയാളെ വധിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമുള്ള രാജ്യം, എല്ലാത്തിനകത്തും ഒന്നാമത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്ന രാജ്യത്താണ് സംഭവിക്കുന്നത്. തൊല്ലം ചെയ്യുമ്പോൾ ഇപ്പോഴും ഇത് സംഭവിക്കുന്നു. അപ്പോൾ അമേരിക്ക സുരക്ഷിതമല്ല. അമേരിക്ക വിചാരിക്കുന്നത് പോലെ പഴയതുപോലെ കാര്യങ്ങൾ ഉരുത്തിരിക്കാനോ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകാനോ ഒന്നും ഒക്കുന്ന ഒരവസ്ഥയില്ല. ഏതായാലും ട്രംപിനെ വെടിവെച്ചു. ഒരുപക്ഷെ അത് ഈ പറയുന്ന ഇറാന്റെ പ്രോക്സി ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് പ്രതി അതിവേഗം നേരിട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ സീക്രട്ട് സർവീസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറയുന്നത് പ്രസിഡന്റിൻ്റെ വസതിയിൽ അതിക്രമിച്ച് കയറി തോക്കുമായിട്ട് വന്നു. മാത്രമല്ല ഈ ക്യാനിനകത്ത് ഗ്യാസോ മറ്റോ ആണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് സീക്രട്ട് സർവീസിന് സാധിച്ചുകൊണ്ട് മാത്രം പ്രസിഡന്റ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ പ്രസിഡന്റിന്റെ വസതിയിൽ പോലും അദ്ദേഹം സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു.